എൻ്റെ അമ്മോ, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറ്റാർ വാഴയാണ്. എൻ്റെ കയ്യിൽ ചെറിയ കറ്റാർ വാഴയുടെ ഇലയുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ അത് ഒരെണ്ണം എടുത്താൽ മതിയായിരിക്കും. അലോവേരയെ പറ്റി പറയുകയാണെങ്കിൽ സ്കാൽപ്പിലെ ഡെഡ് സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്യാനും ഒരു ബെസ്റ്റ് കണ്ടീഷണറായി അലോവേര ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുടിക്ക് സ്മൂത്ത് ആൻഡ് ഷൈനി ടെക്സ്ചർ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ന്യൂ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പിലേക്കുള്ള വൈറ്റമിൻ മിനറൽസിനെയും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കറ്റാർ വാഴ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹെയറിനെ നല്ല ആരോഗ്യത്തോടെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഹെയർ ഫോൾസിനെ കൺട്രോൾ ചെയ്യാനും ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയറിൻ്റെ തിക്നെസ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കാൽപ്പിലെ ഇറിറ്റേഷന് എതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ അലോവേരയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കലിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ കട്ട് ചെയ്ത അലോവേരയിലേക്ക് ഉലുവ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ താരൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ കൂട്ടാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കറ്റാർ വാഴയുടെ കാര്യം. കറ്റാർ വാഴ ജലദോഷം അതുപോലെ തലനീരിറക്കമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം കേട്ടോ. കാരണം നമ്മുടെ കറ്റാർ വാഴ എന്ന് പറയുന്നത് കുറച്ച് തണുത്ത ഒരു സാധനമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓവർനൈറ്റ് ഒന്ന് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നല്ലവണ്ണം കുതിർന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അലോവേരയുടെ തണ്ടിന് പകരം നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ ജെല്ലുണ്ടെങ്കിൽ ആ ജെല്ലിൽ നമ്മുടെ ഉലുവ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടാലും മതി. ഇനി ഞാൻ ചെയ്യുന്നത്, ഇപ്പം നമുക്ക് ഇത്രയും ഉലുവ എന്തായാലും തികയത്തില്ല കേട്ടോ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു ഹെയർ മാസ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂണ്, അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 3 സ്പൂൺ അളവിൽ ഞാൻ കഞ്ഞി വെള്ളത്തിൽ ഉലുവ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കത് നല്ലവണ്ണം അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് 5:30 തയ്യാറാക്കി വെച്ചതാണ്. നമ്മുടെ ഉലുവയൊക്കെ നല്ലവണ്ണം കുതിർന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ രാത്രി നോക്കിയപ്പോൾ നമ്മൾ ചെറിയൊരു പാത്രത്തിലായിരുന്നു ബാക്കി ഉലുവ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നത്. അത് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഉലുവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കളയുന്നില്ല, അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഉലുവ നല്ലവണ്ണം കുതിർന്നിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജെല്ല് ഏകദേശം ഒന്ന് അതിൻ്റെ ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലാക്കി കൊടുക്കാം. ഈ കട്ട് ചെയ്ത കറ്റാർ വാഴ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാവേ. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അരച്ചതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ഉലുവയും കറ്റാർ വാഴയും കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തോർത്ത് ഉപയോഗിച്ച് നമുക്ക് അരിച്ച് മാറ്റാം. ഇത് അരിച്ച് മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഉലുവ ചിലപ്പോൾ നമ്മുടെ തലയിൽ തങ്ങി നിന്നിട്ട് അത് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾ അടഞ്ഞു പോകും. പിന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇത് നല്ലവണ്ണം അരിച്ചതിന് ശേഷം മാത്രമേ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് നല്ലവണ്ണം അരിച്ചെടുക്കാം. കുറച്ച് പാടായിരിക്കും അരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉലുവ എന്ന് പറയുന്നത് ഒരു ജെല്ലി ടൈപ്പ് ആണല്ലോ. അതുകൊണ്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡുകൾ, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയ്ക്കും മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് പതിവായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ കഞ്ഞിവെള്ളം തലയിൽ ഉപയോഗിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടൊക്കെയാണ് ഇതൊന്ന് അരിച്ചെടുത്തത്. അരിച്ചെടുത്തതിന് ശേഷം കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മുടെ സ്കാൽപ്പിൽ, മുടിയിലല്ല പറഞ്ഞത്, സ്കാൽപ്പിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ മുടിയുടെ വളർച്ചയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അത്ഭുതകരമായ മാറ്റം തന്നെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് ഇത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം.